വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു മാങ്ങ ഉണ്ണിയപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു മാങ്ങ വേണം, പിന്നെ ശർക്കര, ഒരു 3 അച്ച് ശർക്കര ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരമാണ്. ഞാനിത് ചിരകിയെടുത്ത നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നാളികേരത്തിൻ്റെ കൊത്തായിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ശർക്കരയെ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാനിൽ ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ നാളികേരം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങ ഒന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. അപ്പം നല്ല പഴുത്ത മാങ്ങ തന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നെയ്യിൽ വഴറ്റി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി നെയ്യിൽ വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പൾപ്പാക്കി നമുക്ക് നേരിട്ട് മിക്സിയിലേക്ക് ചേർത്താലും മതി. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, അതും വളരെ നൈസായിട്ട് പൊടിച്ചിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് മൈദ ചേർത്തും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തത് നമ്മുടെ മാങ്ങയുടെ പൾപ്പാണ്. അപ്പോൾ 1/2 മുതൽ 3/4 കപ്പ് വരെ നമുക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന്റെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിനെ നമുക്കൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരം പഞ്ചസാരയിൽ ഉണ്ടാക്കിയാലും ഈ ഒരു ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്ക പൊടിച്ചതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എള്ളാണ്. അത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളിതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്.